ഉപയോഗിക്കാത്ത കുടിവെള്ള കണക്ഷന് കൂടുതൽ തുകയും ഉപയോഗിച്ചവയ്ക്ക് മിനിമം തുകയുടെയും ബില്ലുകൾ നൽകി വാട്ടർ അതോറിറ്റി. ഒറ്റപ്പാലം ചുനങ്ങാട് ഒരേ ദിവസം കണക്ഷൻ ലഭിച്ച കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ വിചിത്ര ബില്ലുകൾ നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാലം ചുനങ്ങാട് നിള ലൈനിലെ 22 വീടുകൾക്ക് ഒരേ ദിവസമാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ വാട്ടർ കണക്ഷൻ ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം പകുതിയോടെ ലഭിച്ച കണക്ഷനിൽ പിന്നെയും 2 മാസം കഴിഞ്ഞാണ് വെള്ളമെത്തിയത്. തുടർന്ന് അടുത്ത കാലത്ത് വന്ന ആദ്യ ബില്ലാണ് വിചിത്രമായ രീതിയിൽ നൽകിയിരിക്കുന്നത്. 0 ഉപഭോഗം കാണിച്ചിട്ടുള്ള മീറ്ററുകളിൽ 420 രൂപയുടെ ബില്ലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം മീറ്ററിൽ ഉപഭോഗം കാണിച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് 2 മാസത്തെ മിനിമം തുകയായ 148 രൂപയുടെ ബില്ലുമാണ് ലഭിച്ചിട്ടുള്ളത്. ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്ക് 2 മാസത്തെ ജലം ഉപയോഗിച്ചതിന് 360 രൂപയും അഡീഷണൽ തുകയായി 60 രൂപയുമാണ് ബില്ലിൽ കാണിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചവർക്ക് 144 രൂപയും അഡീഷണൽ തുകയായി 4 രൂപയുമാണ് ബില്ലിൽ കാണിച്ചിട്ടുള്ളത്. ബില്ലിലുള്ള വ്യത്യാസം പരിഹരിച്ചു കിട്ടാൻ ജല അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് കുടുംബങ്ങൾ. വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ്റെ കണക്ഷൻ ഒറ്റപ്പാലം ചുനങ്ങാട് കിണർ സ്റ്റോപ്പിനടുത്തുള്ള നിള ലൈനിൽ 22ഓളം വീടുകളാണ് ഉള്ളത്. ഈ 22 വീടുകളിലേക്കും ഒരേ ദിവസമാണ് കണക്ഷൻ തന്നത്. വെള്ളം വന്നതും അതേപോലെ ഒരേ ദിവസമാണ്. അതായത് മെയ് അവസാന വാരത്തോടു കൂടിയാണ് നമുക്ക് എന്ത് ചെയ്തത് ഈ 22 വീടുകളിലേക്കും കണക്ഷൻ തന്നത്. ജൂലൈ അവസാന വാരമാണ് വെള്ളം പൈപ്പ് ലൈനിലൂടെ വരാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് വന്ന ബില്ല് വെള്ളം ഉപയോഗിക്കാത്ത വീടുകൾക്ക് 0 മീറ്റർ റീഡിംഗ് ഉള്ള വീടുകൾക്ക് 420 രൂപയും അതല്ലാതെ വെള്ളം ഉപയോഗിച്ച മീറ്റർ റീഡിംഗ് കാണിക്കുന്ന ബില്ലുകൾക്ക് 124 രൂപയും എന്ന രീതിയിലാണ് ബില്ല് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ദിവസം കണക്ഷൻ തരികയും ഒരേ ദിവസം വെള്ളം വരികയും ചെയ്ത വീടുകളിലാണ് 2 തരത്തിലുള്ള ബില്ലുകൾ വാട്ടർ അതോറിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധമായി 11/6/2023 ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു. ഈ പരാതി സംബന്ധമായി 3 പ്രാവശ്യം അവിടെ ഓഫീസിൽ വിസിറ്റ് ചെയ്യുകയും ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ഓഫീസിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് മറുപടി. അത് നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യണത്, 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു മറുപടി നമുക്ക് ലഭിച്ചത്. ഈ രീതിയിൽ വരാനുള്ള കാരണം എന്താണ് എന്നറിയാൻ ഈ 22 വീടുകളിൽ ഉള്ള ആളുകൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അതവർ പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് വന്നത് എന്നുള്ളത്. അത് പറയാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. ജല അതോറിറ്റി പ്രൊജക്ട് ഡിവിഷൻ കണക്ഷൻ കൊടുത്ത് ടാഗ് ചെയ്തതിൽ വന്ന വ്യത്യാസം കൊണ്ട് സംഭവിച്ചതാണെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. അധികം വന്ന തുക ഒഴിവാക്കാൻ വേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിയതായും അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.